ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസ് പാക്കോ ഹെയർ പാക്കോ ഒന്നുമല്ല, പാചകം. പിന്നെ നമ്മളിതിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറില്ല, ഷോർട്ട് വീഡിയോയിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാനിരിക്കുന്നത് നിങ്ങളിൽ ഒരാളായിട്ടാണ്. അതാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് വന്നിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങണത്. പിന്നെ നമുക്കതിലൂടെ കുറച്ച് അനുഭവങ്ങളൊക്കെയാണ്, എനിക്ക് പണി കിട്ടിയിട്ടുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും യൂട്യൂബ് തുടങ്ങാം. അതിന് വേണ്ടത് ഒരു ഫോൺ, കുഞ്ഞ് ഫോണല്ല, നമുക്ക് സ്മാർട്ട് ഫോൺ തന്നെ ആവശ്യമാണ്. പിന്നെ ഒരു ഇമെയിൽ ഐ ഡി, പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഏതൊരു ആൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം. രണ്ടാമത് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബിലേക്ക് ഇത് കൊടുക്കാൻ നമ്മുടെ സമയം, അത് അരമണിക്കൂറായിക്കോട്ടെ 1 മണിക്കൂറായിക്കോട്ടെ, അത് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും നമ്മളിതിൽ പോസ്റ്റ് ചെയ്യണം. എന്നാലാണ് ആദ്യ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ വ്യൂസൊന്നും വരില്ല. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ചിലരുടെ വീഡിയോ പെട്ടെന്നൊക്കെ റീച്ചാവും. എനിക്ക് ഇവിടെ തുടങ്ങി ഒരു എനക്കുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഞങ്ങളുടെ ഇവിടുത്തെ നായയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നല്ല റീച്ചായി. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു കടമ്പ ഞാനിവിടെ കടന്നു കിട്ടിയിട്ടോ. അപ്പോൾ വളരെ സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ് കയറുന്നത് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ അതേ സ്പീഡിൽ തന്നെ 5 ആൾ 10 ആൾ വീതം നമ്മൾ സബ് നമുക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ പേരെ നിർബന്ധിച്ചിട്ടൊക്കെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്. സബ് ചെയ്യോ എന്നൊക്കെ ചോദിച്ച് ആരെന്നൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മളിതിലേക്ക് കുറേ പേരെ നമ്മളോട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൂട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിട്ട്, നാട്ടുകാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പോൾ അവരൊന്നും നമ്മുടെ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ അവരൊക്കെ എടുത്ത് മാറ്റിക്കളയും. പിന്നെ നമുക്ക് ഒരു വീഡിയോ റീച്ചായി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് നമ്മുടെ ചാനലിലോട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് തരും. അത് ഇതിൽ വന്നിട്ടുള്ള ഒരുപാട് പേർക്കറിയാം. എനിക്കിവിടെ ആരൊക്കെയോ വരണേന്നൊന്നും ഒരു പിടുത്തമില്ല. ആ ഒരു ഷോർട്ട് വീഡിയോ വന്നപ്പോൾ എത്ര പേരാണ് എൻ്റെ ചാനലിലോട്ട്, എനിക്ക് 1000 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതൊക്കെ പെട്ടെന്നായി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 500 പേരൊക്കെ ആകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് ഓപ്പണായി കിട്ടും. അത് 500 പേരായതിന് ശേഷമാണ് എനിക്കൊക്കെ ഓപ്പൺ ആയത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആയിട്ടുള്ളത്. അപ്പോൾ അതും ആയി കിട്ടി. പിന്നെ നമുക്കിതിൽ പോസ്റ്റ് ഇടാം, ലൈവ് ഇടാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ എങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് വീഡിയോ എടുക്കുന്നത് ഈ രീതിയിൽ, ഈ പൊസിഷനിലാണ്. ലോങ് വീഡിയോ ആണ് നമ്മൾ ഇങ്ങനെ കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഇവിടെ വരയ്ക്കുള്ള ഭാഗങ്ങളെ നമ്മൾ കാണുള്ളൂ. ഇതേപോലത്തെ 2 പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പെട്ടിയുടെ അപ്പുറത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ജഗ്ഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് എടുക്കണേന്നുള്ളത്. വെച്ചിട്ട് നമ്മുടെ ഫോൺ ഈ രീതിയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത്. പുറത്ത് നമുക്ക് എടുക്കുമ്പോൾ ഒരാളുടെ സഹായം ആവശ്യമാണ്. അപ്പം ഞാൻ അവർക്കൊക്കെ തിരക്കായതുകൊണ്ട്, മക്കൾ പഠിക്കാൻ പോകണോ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് വീഡിയോ എടുക്കുന്നത്. എങ്ങനെ എടുത്താലും നമ്മുടെ വീഡിയോ 10 പേര് കാണണം, അത്രയേ ഉള്ളൂ. അത് ഇത്തിരി ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മളത് ഇടണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുറേ ഫിൽറ്റർ ഇട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നേച്ചുറലായിട്ട് എങ്ങനെ നിൽക്കണോ ആ രീതിക്ക് ഇടുന്നതാണ് യൂട്യൂബ് ചാറ്റിന് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ ഷോർട്ട് വീഡിയോ എങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധമാണ്. ഇനി അത് ഇടുമ്പോൾ, ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മുടേതല്ലാത്ത ഒരു കണ്ടൻറ്റും നമ്മുടെ ചാനലിലോട്ട് ഇടണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കതിലാണ് പണി കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 പേരുടെ നമുക്ക് ഡാൻസിൻ്റെ എനിക്ക് ഇത്തിരി ക്രേസ് കൂടുതലാണ്. ഞാൻ ഡാൻസ് കളിച്ചിട്ടല്ല, പക്ഷെ അത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാട്ടായാലും ഡാൻസ് ആയാലും ഞാൻ അതെടുത്ത് നമ്മുടെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് റഫ്യൂസ്ഡ് കണ്ടൻറ് എന്നുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മൾ 2-3 വട്ടം അപ്പീൽ കൊടുത്തിട്ടും എനിക്ക് മെയിൽ വന്നത് റെഫ്യൂസ്ഡ് കണ്ടൻറ്റ്. അത് എന്താണെന്നൊരു പിടുത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏതാണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കണോ അപ്ലോഡ് ചെയ്യണോ അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്കും കൂടെ പിടിപാടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അപ്പീൽ കൊടുക്കുമ്പോഴും ഇപ്പം ശരിയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്ബായി എല്ലാതും ആയി 1000 പെട്ടെന്നൊക്കെ കടന്ന് നമ്മളൊരു ലെവലിലേക്ക് എത്തി. വാച്ചിങ് ഹവർ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്ക് അത്ര അധികം വാച്ചിങ് ഹവർ കിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 വീഡിയോ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് വന്ന ഒരു ആദ്യത്തെ പണി. അപ്പം നമ്മൾ യൂട്യൂബ് ആര് തുടങ്ങായാലും നമ്മുടേതല്ലാത്ത ഒരു കണ്ടൻറ്റും നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇടണ്ട. നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോ റീച്ച് ആവുകയും ചെയ്യും. അതൊരു നിമിത്തമാണ്, ഒരു ഭാഗ്യമൊക്കെയാണ്. അത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്തു പോവാം കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ അങ്ങനെ ലോങ് വീഡിയോയ്ക്ക് ആയാലും ഇവിടെ യൂട്യൂബിൽ തന്നെ അവർ മ്യൂസിക് തരുന്നുണ്ട്. ആ മ്യൂസിക്കാണ് നമ്മളിതിൽ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അപ്പടിക്കും കോപ്പിറൈറ്റ്. അപ്പോൾ ഇതാണ് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാട്ട് കേട്ടാലും ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നല്ല സെറ്റ് വെച്ച് നല്ല അടിപൊളി പാട്ട് കേൾക്കുകയാണെങ്കിലും ഇവിടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരും കോപ്പിറൈറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്തെ വാച്ചിങ് അവർ ആണല്ലോ യൂട്യൂബ് നോക്കുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 3 കൊല്ലമായിട്ടൊക്കെ ഉണ്ട് നമ്മൾ യൂട്യൂബിലേക്ക് ഒന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. മറ്റേത് വീഡിയോ ഇടും അങ്ങനെ അങ്ങോട്ട് പോയിരുന്നു. നല്ല രീതിക്ക് അങ്ങോട്ട് ആയി തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലത്തോളമായി. ഇപ്പം ഒരു 5-8 മാസമായിട്ടാണ് വല്ലാതെ യൂട്യൂബിലേക്ക് ഞാൻ അങ്ങോട്ട് ഇൻവോൾവ് ആയത്. അതായത് 10 രൂപ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ വീഡിയോ അപ്പീൽ കൊടുക്കും, ഇത് പോവും, അപ്പോൾ ഒരു നിരാശയാണ്. അപ്പോൾ വീഡിയോ ചിലപ്പോൾ ചെയ്യില്ല, ചിലപ്പോൾ ഇത് എന്തിനാ ചെയ്യണേ, അങ്ങനെയുള്ള കുറേ ചിന്താഗതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് വീട്ടുകാരെയും നാട്ടുകാരെയും അത്യാവശ്യം കളിയാക്കലുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവൾക്ക് ഒരു പണിയില്ലാണ്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു പണി തന്നെയാണ്. അത് ഇതിൽ പ്രവർത്തിക്കണ എല്ലാവർക്കും അറിയാം. ഇത് നമുക്കൊരു ജോലി തന്നെയാണ്. നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ യൂട്യൂബിലേക്ക് നമ്മളൊരു കുറച്ച് സമയം നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കുക്കിംഗ് ആയാലും അതെ, ഫേസ് പാക്ക് ആയാലും അതെ, ഹെയർ പാക്ക് ആയാലും നമ്മളിവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഫേസ് പാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മളിവിടെ കാണിച്ച് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ആർക്കും അത് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് പാക്കുകളുണ്ട്. ഏത് ഇടണം, ഏതൊക്കെ സ്കിന്നിന് പറ്റും അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീഡിയോസ് അല്ലേ, അതിനാണെങ്കിൽ അധികം വ്യൂസ് ഒന്നുമില്ല, 50 വ്യൂസ് 60 വ്യൂസൊക്കെ കിടക്കണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഒരു 10-300 വീഡിയോസ് ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് യൂട്യൂബ് മാമൻ കുറച്ച് നാൾ നീ വീട്ടിലിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു സസ്പെൻഡ് തന്നു. ഇതൊന്നും അറിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ നമുക്ക് പിന്നീട് അവർ കാരണങ്ങൾ കാണിച്ചു തന്നപ്പോഴൊക്കെയാണ് ഇതെന്താ എനിക്ക് സസ്പെൻഡ് വരാൻ കാരണം എന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഇന്നതാണ് പ്രശ്നങ്ങളെന്നൊക്കെ കണ്ടത്. അതും കഴിഞ്ഞു. നമ്മൾ ഡിസംബറിൽ ഞാൻ വീണ്ടും അപ്പീൽ കൊടുത്തു വീണ്ടും റെഫ്യൂസ്ഡ് കണ്ടൻറ്റ് ഒരു തീരുമാനം ആയില്ല. അപ്പോഴൊക്കെ നമുക്കൊരു 20K ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നിസാരം 2K 3K ഉള്ളവർക്കൊക്കെ ഓണായിട്ട് വരുന്നുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ പലരുടെ അടുത്തും ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ. ഒരു പിടുത്തം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ റെഫ്യൂസ്ഡ് കണ്ടൻറ്റ് എന്നല്ല കാണിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് അതന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യാലും അതും റെഫ്യൂസ്ഡ് കണ്ടൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു യൂട്യൂബിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. പറയുമ്പോൾ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും നിസ്സാരം. പക്ഷേ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കതിൻ്റെ നല്ല വശങ്ങളും പൊട്ടവശങ്ങളും ഒക്കെ നമുക്ക് ഇതിലൂടെ വരുമ്പോൾ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. അതിലപ്പുറം നമ്മളെ വിമർശിച്ചുകൊണ്ട് വരുന്ന കുറേ കമൻറ്റ്സ്, അത് പിന്നെ നമ്മളത് മൈൻഡാക്കേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇത് ഇവിടെ കേട്ട് ഇപ്പുറത്തോട്ട് കളഞ്ഞാൽ മതി കേട്ടോ. അതങ്ങനെ. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ എനിക്ക് പണി കിട്ടി. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഒരു നോക്കി. അത് ഇനിയും അപ്പീൽ കൊടുക്കുമ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അപ്പീൽ കൊടുത്തത്. എന്താ വെച്ചാൽ ഇനി എന്ത് പണിയാണാവോ എനിക്ക് വരണേന്ന് അറിയാണ്ട്. നമ്മളൊരുവിധമൊക്കെ നോക്കി
തിരുവാതിരക്കളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രൈവറ്റ് ആക്കിയിട്ടു. അതൊക്കെ കോപ്പിറൈറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ പ്രൈവറ്റ് ആക്കിയിട്ടു. ഇനിയിപ്പോൾ ഇതിലെന്താ ഉള്ളതെന്ന് അറിയില്ല. അങ്ങനെ പേടിച്ചിട്ടാണ് ഇപ്രാവശ്യം ഞാൻ അപ്പീൽ കൊടുത്തത്. അതിന് മുൻപ് ഞാൻ യൂട്യൂബ് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ചാനലുണ്ടല്ലോ, അങ്ങേരുടെ അടുത്ത് ഒരു സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ എൻ്റെ ചാനലിനെ പറ്റിയത് ഒന്ന് നോക്കി പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആളും പറഞ്ഞു റെഫ്യൂസർ കണ്ടൻ്റ് ആണെന്ന്. പിന്നെ നമുക്ക് എന്ത് സംശയം വന്നാലും നമുക്ക് തീർത്ത് തരാൻ നല്ലൊരു മനസ്സുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെടുത്ത് ചോദിച്ചാൽ മതി. ആൾ കാര്യങ്ങളൊക്കെ മണിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളെന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊക്കെ പറഞ്ഞു തരും, ചെയ്തു തരുമൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോണിൻ്റെ ഇപ്പം ഞാൻ എങ്ങനെയാണ് ഫോൺ വയ്ക്കണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഓൺലൈനിൽ നിന്ന് ട്രൈപോഡ് അങ്ങനത്തെ ഒക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് പാക്കാണ്. ഇങ്ങനെയാണ് ഫേസ് ടു ഫേസ് നിങ്ങളെ ഫേസ് ചെയ്ത് എനിക്ക് കാര്യങ്ങൾ കാണിച്ചു തരിക ചെയ്യാൻ വേണ്ടു. പക്ഷേ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് അതിലിടുന്നത് പിടിക്കുന്നതൊക്കെ നമുക്ക് കാണിക്കണം. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നവർ ഒരു ട്രൈപോഡ് മേടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മൾ പുറത്തത്തെ സൗണ്ടൊക്കെ ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കിളിയുടെ ആയാലും പട്ടിയുടെ ആയാലും പൂച്ചയുടെ ഒക്കെ ആയാലും സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മൈക്കും കൂടി വേണം. ഇതൊക്കെ ഞാൻ ഇനി ഇതിൻ്റെ പൈസ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി മേടിക്കുള്ളൂ കേട്ടോ. അതുവരേക്ക് ഈ വണ്ടി ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് ജനുവരിയിൽ ഞാനത് കൊടുത്തതിന് ശേഷം നമ്മളിട്ട വീഡിയോസൊക്കെ നല്ല റീച്ചിൽ തന്നെ പോയിട്ടുള്ളത്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണേന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മളെ യൂട്യൂബ് പുറം ലോകത്തേക്ക് എന്നെ കാണിച്ചു കൊടുത്തത്. അതുവരയ്ക്ക് കുറച്ച് പേര് കണ്ടാൽ മതി എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതുവരയ്ക്ക് മോണിറ്റൈസേഷൻ വരയ്ക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിന് ശേഷം നമുക്ക് ഇനി കടമ്പകളുണ്ട്. ഇതുവരയ്ക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടുകാരെയും നാട്ടുകാരെയും എന്നൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെന്താണോ യൂട്യൂബിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം കൃത്യമായിട്ട് വൃത്തിയോട് കൂടിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുക. ബാക്കി എന്തും നമ്മളെ ബാധിക്കണ ഒരു വിഷയമല്ല കേട്ടോ. അതൊന്നും നമ്മളെ ബാധിക്കേണ്ട. നമുക്കൊരു ലക്ഷ്യമുണ്ട് യൂട്യൂബിലേക്ക് വരുമ്പോൾ, അത് മാത്രമാണ് നമ്മുടെ മുന്നിലുണ്ടാവേണ്ടത്. ബാക്കി ആരെന്ത് പറഞ്ഞാലും മൈൻഡാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു തരട്ടെ. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ അത് തുടങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് തന്നെയാണ്. അവളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിലേക്കല്ല, ആ കൊറോണ സമയത്ത് നമ്മളിവിടെ ഒരു പണിയില്ലല്ലോ, എല്ലാവരും വീട്ടിൽ കുത്തിരിക്കല്ലേ. അപ്പോൾ പലഹാരങ്ങളൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടപ്പോഴാണ് അവൾ പറഞ്ഞത്, നിനക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ, ഇത് നിനക്ക് അവിടെ പോസ്റ്റ് ചെയ്തുകൂടെ, നിനക്ക് ഒരു വരുമാനമൊക്കെ ആവില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുമല്ലേ, ജോലിക്കൊന്നും പോകണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല, ഞാൻ ട്യൂഷൻ എടുത്തിരുന്ന ആളാണ്. അപ്പോൾ നമ്മളുടെ ഒഴിവ് സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് വന്നതും തുടങ്ങിയതൊക്കെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അറിയാം ഞാൻ എങ്ങനെയുള്ള ആളാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞ്, നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ എൻ്റെ ഗ്രൂപ്പിലേക്കാണ്. അങ്ങനെ ഗ്രൂപ്പിലേക്കൊക്കെ കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വീഡിയോ ഒക്കെ പെട്ടെന്ന് നിനക്ക് റീച്ച് ആവണമെങ്കിൽ അഞ്ജിത നായരെ പോലെ ആയാൽ മതി. എനിക്കത് ഒത്തിരി വിഷമം തട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയണു, എൻ്റെ ആ വിഷമം ഇതുവരെ തീർന്നിട്ടില്ല. എനിക്കത് ഒത്തിരി വിഷമമുള്ള കാര്യമാണ്. പറഞ്ഞിട്ട് 2 കൊല്ലത്തോളമായി. എന്നിട്ടും ഞാനിത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവാണ്ട് ആ കുട്ടി എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ അഞ്ജിത നായരെ പോലെ ആയിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തമ്പനയിൽ കണ്ടിട്ട് ഓടി ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കുന്തം കാണില്ല. അപ്പോൾ നമ്മളെ തളർത്താൻ ഒരുപാട് പേര് നമ്മുടെ പിന്നിലുണ്ടാവും. ഇത് പറഞ്ഞത് നമ്മളറിയാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. ഇത് നമ്മളറിയാം, ഞാൻ എങ്ങനെ ജീവിച്ചിട്ടുള്ള ആളാണെന്നറിയാം. എൻ്റെ അപ്പനമ്മയൊക്കെ കൂലിപ്പണി എടുത്തിട്ടുള്ള ആൾക്കാരാണ്. എനിക്കത് എവിടെ പറയാനും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ.
അപ്പോൾ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയണ ഒരാൾ ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഒത്തിരി വിഷമം തട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൊട്ട് നമുക്കുള്ളിലൊരു വാശിയാണ്, നമ്മൾക്ക് എങ്ങനെയെങ്കിലും നേടണം എന്നുള്ളൊരു വാശി. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ എല്ലാവരും എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണോ അത് ചെയ്താൽ മതി. നമ്മളെ തളർത്താൻ ഒരുപാട് പേര് നമ്മളെ പിന്നിൽ പരിശ്രമിക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ അനുഭവമാണ്. പലർക്കും പല രീതിയിലാണ്. എന്നുവെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പരിഹാസം പോലെയാണ്. പക്ഷെ നമ്മളതിൽ പ്രവർത്തിച്ച് നമുക്ക് 10 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് അവർക്ക് കിട്ടില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രം ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ, പരിചയക്കാരെ കാണുമ്പോൾ ചാനലുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ പുറത്തുള്ളവരായിരിക്കും കൂടുതൽ ഏറ്റെടുക്കുക. നമ്മുടെ കൂട്ടത്തിലുള്ളവർ, നമ്മളടുത്തറിയണവർ നമ്മളെ താഴ്ത്തുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആ പൈസ അവർക്കാണ് കിട്ടുക. അപ്പം ഞാൻ നന്നാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ നോക്കിയിട്ട് ഞാൻ നന്നാവണ്ടെന്നുള്ള ഒരു മൈൻഡുള്ള ആൾക്കാരൊക്കെ നമ്മളറിയണവർക്കാണ് കൂടുതൽ. പക്ഷേ നമുക്ക് പുറത്തുള്ള ഫ്രണ്ട്സാണ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുക. നമ്മൾ ആരാന്നറിയില്ല, നമ്മുടെ വീടിൻ്റെ പശ്ചാത്തലം അറിയില്ല, നമ്മൾ ഈ ഇരിക്കണ ഒരു പൊസിഷൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതൊന്നും നമ്മളിവിടെ വിളിച്ച് പറയാനൊന്നും പോകണില്ല. അപ്പം നമ്മളെങ്ങനെയാണോ എന്നുള്ള ഒരു ഇത് മാത്രമാണ് പുറത്തുള്ളവർക്ക് അറിയുക. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് ഇതിൽ. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാലേ, ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമമായിട്ട് തരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പം അവർക്കൊക്കെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരാളായിക്കോട്ടെ 2 ആളായിക്കോട്ടെ നമുക്ക് കമൻ്റ് ഇടും. അത് നമ്മുടെ വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് അതിൽ കമൻ്റ് ഇട്ട് തരുന്നത്. ആ കമൻറ്റിന് തിരിച്ചൊരു ഹാർട്ടെങ്കിലും കൊടുക്കാൻ എന്തിനത്ര മടിക്കണേ? അവർ നമ്മളെ മാനിക്കണ പോലെ തിരിച്ച് ഒരു കമൻറ്റ് കൊടുത്തൂടെ? നമ്മൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. തുടക്കക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഞാൻ മിക്കതിലും വീഡിയോസിന് നേരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യൂട്യൂബിൽ ഞാൻ എന്തായാലും കമൻറ്റ് കൊടുക്കും, കമൻറ്റിന് റിപ്ലൈ കൊടുക്കും ഞാൻ. പിന്നെ എന്തെങ്കിലും ഒരു നേരം ഇല്ലാണ്ട് വരുമ്പോഴാണ് ആ ഒരു കമൻറ്റ് ലൈക്ക് അടിക്കാനെങ്കിലുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം കേട്ടോ. അതിനൊപ്പം തന്നെ നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. അവർ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലൈക്ക് നമുക്ക് തരുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളത് കൊടുക്കാനായിട്ട് നമ്മളും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ചാറ്റ് ചെയ്ത് തമാശകളി കളിച്ചിരിക്കാനല്ല, ഇത് നമ്മുടെ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ അവിടെ നമ്മളൊന്ന് പറയണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ നമ്മളൊന്ന് അനൗൺസ് ചെയ്യുക, ഞങ്ങൾക്ക് ഇങ്ങനെ ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന അനൗൺസ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. പിന്നെ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അത് ഒരു 1000 പേരിലേക്ക് യൂട്യൂബ് അത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000 വ്യൂസൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ചിലപ്പോൾ ഒന്നും കിട്ടില്ല, അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ലൈവ് ഇടണവരുണ്ട്. ഞാൻ കുറേ നാളായി ലൈവ് ഇടണം. എനിക്ക് അതിനൊക്കെ എൻ്റെ മോളുടെ സഹായം ആവശ്യമാണ്. എനിക്ക് ഇതിൽ ഇപ്പോൾ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ അവളില്ലാണ്ടായപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും അതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ ആർക്കും തുടങ്ങാം. അത് നല്ല രീതിക്ക് ആവുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ ബാക്കി പിന്നിൽ നിന്ന് കുത്തണവരൊന്നും അവിടെ നിന്ന് കുത്തിക്കോട്ടെ അവർ.
അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇതുവരയ്ക്ക് എനിക്ക് മോനി ആയി വരയ്ക്കുള്ള കാര്യങ്ങളാണ്, എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സാരി ഉടുത്തിരുന്നത് ഞാനൊരു ഗെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളോട് പറഞ്ഞു തരാണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്, മോണി ആയതിനു ശേഷം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇതുവരെ വന്ന വഴിയല്ല നമുക്ക് ടഫ്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴികളാണ് നമുക്ക് ടഫ്. അപ്പോൾ $1 അല്ലെങ്കിൽ $1 നമുക്ക് ഇതിൽ കയറ്റി കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പം നമുക്ക് വർക്ക് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്നിട്ടൊന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.